തോമസ് സാറിന്റെ വീട് എന്താ കാര്യം എന്താ? അത് ഞാൻ തോമസ് സാറിനോട് പറഞ്ഞോളാം. ആണോ? ആ എന്നൊരു കാര്യം ചെയ്യും. നീ ആദ്യം പോയി തോമസ് സാറിന്റെ കാര്യം പറഞ്ഞിട്ട് വാ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. ചേട്ടാ നീ ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് പറയാം തോമസ് സാറിന്റെ വീട്. കാര്യം പറയാം. അതായത് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക്? അതെ. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോ വലവീശൽ. അപ്പൊ ശരി, വലവീശാൻ വേണ്ടി ഇറങ്ങുകയാണോ നീ? എടാ വല വീശുന്നതിങ്ങനെ ബൈക്കിനകത്ത് ഇൻ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ കയ്യിലുമുണ്ട കൊടുത്തുണ്ട് അങ്ങോട്ട് പോയാൽ മതി. എന്റെ പൊന്ന് ചേട്ടാ, മീൻ വല വീശുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ ഒരാളെ ചേർക്കുന്നു. ഞാൻ ചേർക്കണം? ചേർക്കണം. ചേട്ടന്റെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ടുപേരെ ചേർക്കണം. ലെഫ്റ്റിലും റൈറ്റിലും? അയ്യോ എന്റെ ലെഫ്റ്റും റൈറ്റും ആരുമില്ലല്ലോ, ആകപ്പാടുള്ള എന്റെ ഫ്രണ്ടിൽ നീയാ. നിന്നെ ചേർത്താ മതിയോ? ഓ എന്റെ പൊന്നി ചേട്ടാ പറയുന്നത് കേക്ക്. എന്നെ അല്ല, മറ്റു രണ്ടുപേരെ കണ്ടെത്തണം. കണ്ടെത്തിച്ചാണോ? ഏത് കണ്ടെത്തി? കണ്ടെത്തിലല്ല, മറ്റു രണ്ടുപേരെ കണ്ടുപിടിച്ച് ചേർക്കണം. അങ്ങനെ അങ്ങനെ. അപ്പൊ ചേട്ടൻ ഈ രണ്ടുപേരുടെ മുകളിലാകും. ഈ രണ്ടുപേരുടെ മുകളിൽ ചേട്ടൻ? ഈ രണ്ടുപേരുടെ മുകളിൽ ഞാനാകും. എന്നിട്ട് അതിനുശേഷം ഇവർ രണ്ടുപേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ 6 പേരുടെ മുകളിലാകും. ഞാൻ 6 പേരുടെ മുകളിലാകും. വീണ്ടും ഈ 6 പേര് അവരുടെ താഴെ 2 പേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ 14 പേരുടെ മുകളിലാകും. 14 പേരുടെ മുകളിലാകും. വീണ്ടും ചേട്ടൻ ഇയാളെ കേട്ടൊന്നും വേണ്ട. എടാ ഈ 14 പേരുടെ മേളിൽ ഇരിക്കുന്ന ഞാൻ ബാലൻസിന്റെ താഴെ കടം വീണ എന്റെ കൈയും കാലും ഓടിക്കാൻ നീ എന്നെ കൊണ്ടുപോകും ആശുപത്രി. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ ആ തോമസ് ചേട്ടന്റെ വീടെന്ന് പറഞ്ഞു തരാൻ പറ്റും? തോമസ് ചേട്ടന്റെ വീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ താരം കൂടി ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ മതി? മതി. ഓക്കെ. അവന്റെ പേര് തോമസ് ചേട്ടനും. താങ്ക് യു. ശരി. താങ്ക്സ് എന്നല്ലേ പറഞ്ഞു? അതെ. ശരി. ചേട്ടനെ കളിയാക്കുവാണോ? ചേട്ടനെ കളിയാക്കുവാണോ? ഒന്ന് അല്ല, ചേട്ടൻ എന്നെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നിന്നെ കളിയാക്കൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോ പാലത്തിന് 12 എന്ന് പറയാൻ മേലെ? പറയാം. പിന്നെ കളിയാക്കിയുള്ള അവനെയൊക്കെ ഞാൻ അങ്ങ് കളിയാക്കിയപ്പോൾ അവനങ്ങ് ഫീൽ ചെയ്യില്ല. 12 ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചതെന്ന്? എടാ നീ നിന്നെ കളിയാക്കൊന്നും അല്ല ഞാൻ. പിന്നെ നീ ഒന്ന് 12 എന്ന് പറഞ്ഞേ. 12 എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കൊന്നും പോലെ. അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് പോവാന്ന് ചുമ്മാ. എടാ നമ്മുടെ നാട്ടില് നമ്മുടെ സ്ഥലത്ത് പാലത്തിൽ നിന്ന് 12 എന്ന് മേലെ വെള്ളോടത്തും കിടക്കുന്നവരൊക്കെ എന്റെ അടുത്തോട്ട് അടയ്ക്കൂളോ 12 എന്ന് പറയുമ്പോ? സ്കൂൾ ഒരു സ്റ്റാൻഡേർഡും ബൈക്കും. നീ ഒരു കാര്യം ചെയ്യും, നീ ആ പൈസ എടുത്ത് അവന് കൂടെ കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട്ട് പോക്കൂ കേട്ടോ. ഏത് മറ്റേ കാര്യം? ശരി. വെക്കല്ലേ. എടാ ഒരു 10 രൂപയ്ക്ക് ചാർജ് ചെയ്തേര്. ഓക്കെ. പിന്നെ ബാക്കിയുള്ള പൈൻ്റ് അടിച്ചിട്ട് ചാർജ് ആവുന്നില്ല. പിന്നെ ഇവന് 10 രൂപ ചേർന്ന് പോടാ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോടാ. ഗുരുവായൂരപ്പാ. ചേടാ ഗുരുവായൂരപ്പന് ഫോൺ എടുത്തോ? എന്നതാടും? എക്സ്ക്യൂസ് മീ, ആ ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ഗുരുവായൂരപ്പന്റെ നമ്പരോ? ഞാൻ ഫോൺ ചെയ്യുന്ന കാണാമല്ലേ കേട്ടോ. അല്ല ഗുരുവായൂരപ്പൻ ഫോൺ നമ്പർ എടുത്തത്. ഡോണ്ട് ഡിസ്റ്റർബ്. അല്ലല്ല അയ്യമ്മ വിളിച്ചു. സത്യം. ഓക്കെ. ഓക്കേടാ. ശരി ശരി. കാണാവേ. കാണാം. ശരി. അപ്പൊ എന്തുവാണ് ഫോൺ ചെയ്യുന്ന കാണാമല്ലേ? അതിന്റെ കീഴെ വന്ന് 12 പറയേണ്ട കാര്യമില്ല. ശരി. എങ്ങാണ്ട് കിടന്ന നീ എന്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയുന്നു. ഒരു താൻ എന്റെ കീഴെ വന്നിട്ടല്ലേ 12 എന്ന് പറഞ്ഞ? അപ്പൊ താൻ എന്നെ കളിയാക്കുമല്ലായിരുന്നോ? ചേടാ നിന്നെ കളിയാക്കിയൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോ പാലത്തിൽ നിന്ന് 12 എന്ന് പറയാൻ മേലെ? ഈ എന്റെ കീഴെ വന്നെന്തിനാ 12 എന്ന് പറഞ്ഞേ? നീയല്ലേടാ എന്റെ കീഴെ വന്നേ. നീ അത്ര നമ്പറൊന്നും പറയണ്ട കേട്ടോ. നീ 12 എന്ന് പറഞ്ഞു. 12 കണ്ടോ? ഞാനും പറഞ്ഞു നീയും പറഞ്ഞു. സെയിം ദേഹത്തോട്ട് കളിക്കില്ല കേട്ടോ. കൾച്ചറില്ലാത്തവൻ. കൾച്ചറില്ലാത്തവൻ. കൾച്ചറില്ല ഞാൻ അണ്ടർവിട്ടിട്ടുണ്ടല്ലോ. അതുപോലെ അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചറില്ലെന്ന്. കൾച്ചറില്ലെന്ന്. കൾച്ചറില്ലാത്തോണ്ട് ആൻഡ്രോയിഡ് ഇട്ടത്. അതുകൊണ്ടാ പറഞ്ഞത് കൾച്ചറില്ലാതെ അണ്ടർവിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞത്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ഇട്ടിരിക്കുന്ന? അയ്യോ ഇത് അണ്ടർവെയറല്ലേ, ഇത് ബെർമുഡയല്ലേ? എന്നാ മൂട? ബെർമുഡ. ബെർമുഡ. അത് ശരി.
അപ്പൊ പിന്നെ ഈ മുണ്ടിന്റെ അടിയിൽ കൂടി കാണിച്ചാൽ അണ്ടർവെയറും മുണ്ടില്ലാതെ കാണിച്ചാൽ ബെർമുടയും. ഇതാണോ ഇപ്പോഴത്തെ സ്റ്റൈൽ? എന്റെ പൊന്നു ചേട്ടാ, ഇതല്ലേ സ്റ്റൈൽ? ഇതെങ്ങനെ സ്റ്റൈല? ഇതാണ് ഫ്രീക്ക് സ്റ്റൈൽ. പിന്നെ ഫ്രീക്ക് സ്റ്റൈൽ. ഫ്രീക്ക് സ്റ്റൈൽ എന്നല്ലേ? ഇത് ഫ്രീക്ക് സ്റ്റൈൽ ആണെങ്കിൽ ഇത് വെറും സ്ട്രീറ്റ് സ്റ്റൈലാണ് റാസ്കൽ. അവന്റെ ഫ്രീക്ക് തല്ലിയല്ലേ? ആ തല്ലിയെന്താ? തല്ലോടും. ആ തല്ലി അപ്പൊ ഇതോട് കൂട്ടി 13.